പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയുടെ അമരത്താര എന്ന ചോദ്യം പ്രസക്തമാണ്. വിജയത്തിലേക്ക് തുടയെറിയുന്നത് ആരൊക്കെയാണ്? നമുക്ക് കണക്കുകൾ നോക്കാം. ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചു? 2021 പിന്നീട് തദ്ദേശത്ത് ആകെ സീറ്റ് 9 LDF 8 UDF 1 എന്നതായിരുന്നു 2021 ആലപ്പുഴയിലെ വിധിയെഴുത്ത്. എങ്കിൽ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ LDF 7 UDF 2 ഒരൊറ്റ സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായുണ്ട്. മനീഷ്, ഇത്തവണ കൗതുകം അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളാണ്. എന്ത് സംഭവിക്കും? മാധു, ആലപ്പുഴയിൽ പിടിച്ചെടുക്കാനുള്ളത് UDF നാണ്. കാരണം ഹരിപ്പാട് മാത്രമാണ് നിലവിൽ UDF കയ്യിലുള്ള മണ്ഡലം. പക്ഷേ നിലവിലിതാ പാർട്ടി CPM ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അസസ്മെന്റ് പ്രകാരം 4 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് ജില്ലയിൽ 8 സീറ്റ് കൈപ്പിടിയിൽ ഒതുക്കിയ CPM LDF ഇപ്പോഴിതാ 4 സീറ്റിൽ മാത്രമേ ഉറപ്പുള്ളൂ. അതൊന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ മുൻ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാന്റെ മണ്ഡലം ചെങ്ങന്നൂരും മാവേലിക്കരയും ആലപ്പുഴയും ചേർത്തലയും മന്ത്രി പ്രസാദിന്റെ മണ്ഡലമായി ചേർത്ത് ഈ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM കൂട്ടിക്കിഴിച്ചുള്ള കണക്കുകൂട്ടലിന് ശേഷം ഉറപ്പുള്ള മണ്ഡലം. ഒപ്പം തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വലിയ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള കായംകുളം, ഒന്ന് വടക്കേ അറ്റത്തുള്ള അരൂരുമാണ്. വലിയ പോരാട്ടമാണ്. അവിടെ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും UDF LDF വലിയ ആശയക്കുഴപ്പമുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന G സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ അതായത് ഭരണം LDF ലഭിച്ചാലും G സുധാകരൻ ജയിച്ചാൽ അത് രാഷ്ട്രീയമായ വലിയ പ്രഹരം CPM അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ അവിടെയാണ് തുടർഭരണം കിട്ടിയാലും അമ്പലപ്പുഴ തോറ്റാൽ അത് തിരിച്ചടിയാകുമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പിലാണ് ആലപ്പുഴയിലേക്ക് രാഷ്ട്രീയ കൗതുകം കുമിഞ്ഞുകൂടുന്നത്.